പൊങ്കാലയ്ക്ക് ശേഷമുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിവേഗ ശുചീകരണം ഇത്തവണ പാളി. വൈകിട്ടോടെ നഗരം മുഴുവൻ ശുചീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും രാത്രിയിലും ജീവനക്കാർ ജോലി തുടർന്നു. പൊങ്കാലയ്ക്ക് കൂടുതൽ തൊഴിലാളികളെ അടക്കം നിയോഗിച്ച് വലിയ ഒരുക്കങ്ങൾ നടത്തിയെന്ന് കോർപ്പറേഷൻ അവകാശപ്പെട്ടിരുന്നെങ്കിലും വാക്കിലൊതുങ്ങിയെന്നാണ് വിമർശനം. പൊങ്കാല നിവേദിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ നഗരം വൃത്തിയാക്കുന്നതായിരുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ മുൻകാല അനുഭവം. ചുടുകട്ടകളും പൊങ്കാലയ്ക്ക് ശേഷം ബാക്കി വരുന്ന മാലിന്യങ്ങളും റെക്കോർഡ് വേഗത്തിലായിരുന്നു ശുചീകരിച്ചിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ശുചീകരണ പ്രവർത്തനം രാത്രിയിലും തുടർന്നു. പറഞ്ഞ സമയത്തിനേക്കാൾ മുൻപ് തന്നെ നഗരം ശുചിയായി കഴിഞ്ഞു. ഇനി ഒരു 20% ഇടറോഡുകളിൽ നിന്ന് മാത്രമേ കുറച്ച് മാലിന്യം മാറ്റാനുള്ളൂ. അത് ടിപ്പറുകൾ വരാൻ വേണ്ടി വൈകുന്നതുകൊണ്ടാണ്. ഉൾപ്രദേശങ്ങളിലൊഴികെ ശുചീകരണം പൂർത്തിയായെന്നും മേയർ പറയുന്നത് രാത്രി 8:30-ഓടെ. പൊങ്കാലയുടെ ശുചീകരണം പൂർത്തിയായ ശേഷം റോഡും പരിസരവും വൃത്തിയാക്കാനുള്ള കൃത്രിമ മഴയും പെയ്യിച്ചു. എന്നാൽ രാത്രി 10 മണിക്ക് ശേഷവും പാളയത്തും മ്യൂസിയം പരിസരത്തുമടക്കം നഗരത്തിലെ പ്രധാനയിടങ്ങളിൽ ശുചീകരണം നടക്കുന്നുണ്ടായിരുന്നു. തൊഴിലാളികളും 200 ടിപ്പറുമടക്കം ശുചീകരണത്തിന് വലിയ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയെന്ന് കോർപ്പറേഷൻ അവകാശപ്പെടുന്നതിനിടെയാണ് രാത്രിയിലും ശുചീകരണം തുടർന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ഇക്കുറി BJP-യാണ് കോർപ്പറേഷൻ ഭരണം. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊങ്കാല നടത്തിപ്പിൽ വിമർശനമുയരുന്നതിനിടെയാണ് ശുചീകരണത്തിലും വീഴ്ചയുണ്ടായത്. BJP ഭരണസമിതിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.